നമസ്കാരം, സ്വാഗതം. വാർത്തകൾ ഇതുവരെയിലേക്ക്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കാരണം PV അൻവറിന്റെ വഞ്ചനയെന്ന് മുഖ്യമന്ത്രി. സ്വരാജ് ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയാണ്. ഇടത് സർക്കാർ 4 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ നാട് സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും നിലമ്പൂരിൽ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അൻവറിനെ സഹകരിപ്പിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അവസാനിക്കാതെ അവ്യക്തതകൾ. അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്ന് ആവർത്തിച്ച് VD സതീശൻ. ഇനി UDFൽ ആരും അൻവറുമായി ചർച്ച നടത്തില്ലെന്നും സതീശൻ. അൻവറിന് മുന്നിൽ UDF വാതിലടച്ചു എന്നത് സതീശന്റെ അഭിപ്രായമാണെന്നും UDFന്റെ അന്തിമമായ അഭിപ്രായം പറയാൻ സമയമായിട്ടില്ലെന്നും അടൂർ പ്രകാശ്. അൻവറിന്റെ വാക്ക് വിശ്വസിക്കാനാവില്ല. ഇപ്പോഴും നോമിനേഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ അൻവർ മത്സരിക്കുന്നത് മുന്നണിക്ക് ക്ഷീണമില്ലെന്നും മത്സരത്തിൽ UDFന് കൂടുതൽ ശക്തി ലഭിക്കുമെന്നും അടൂർ പ്രകാശ്. UDF LDF നേതൃത്വങ്ങളെ വെല്ലുവിളിച്ച് നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ. തൃണമൂൽ പിന്തുണച്ചാലും ഷൗക്കത്ത് ജയിക്കില്ലെന്നും ഷൗക്കത്തിനെതിരെ ജനവികാരം ശക്തമാണെന്നും അൻവർ തുറന്നടിച്ചു. താൻ 25,000 വോട്ട് നേടിയാലും അത് പിണറായി സത്തിനെതിരായ വോട്ടാകുമെന്നും അൻവർ. അൻവറിനെ അടുപ്പിക്കരുതെന്ന് സതീശനോട് പറഞ്ഞത് പിണറായി വിജയൻ എന്ന അൻവർ. സതീശൻ നയിച്ചാൽ 2026 UDF ജയിക്കില്ല. UDF നടപ്പാക്കിയ കാര്യങ്ങൾ അട്ടിമറിച്ചത് VD സതീശനാണെന്നും അൻവർ. PV അൻവറിന് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുമതി നൽകി. പാർട്ടി ചിഹ്നവും അനുവദിച്ചു. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാൻ താൽപര്യമെന്ന് അൻവർ. പാർട്ടി ചിഹ്നം മത്സരിക്കണമെന്ന നേതൃത്വം. അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PV അൻവർ. മലയോര ജനത UDFനെ കൈവിട്ടു. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല. ഒരുമിച്ചെടുത്ത തീരുമാനം സതീശൻ പ്രഖ്യാപിച്ചില്ല. സ്വന്തം പാർട്ടിയോട് തനിക്ക് ബാധ്യതയുണ്ടെന്നും അൻവർ. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിലമ്പൂരിൽ LDF വിജയിക്കുമെന്ന് MV ഗോവിന്ദൻ. അൻവർ നിലനിൽക്കാൻ ആവശ്യമായ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോൽക്കും എന്നുവരെ അൻവർ വ്യക്തമാക്കുന്നുവെന്നും MV ഗോവിന്ദൻ. PV അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൂടിക്കാഴ്ച നടത്തി. അൻവറിനെ അനുനയിപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി എത്തിയത്. CPMനെ തോൽപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് രാഹുൽ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. പിണറായി സത്തെ തോൽപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കണം. അൻവർ മത്സര സാധ്യത വ്യക്തമാക്കിയ ശേഷമായിരുന്നു രാഹുലിന്റെ കൂടിക്കാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി സത്തിന്റെ വലിയ ഇരയെന്ന് PV അൻവർ. കാത്തിരിക്കാൻ രാഹുൽ ആവശ്യപ്പെട്ടു. സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും അൻവർ. PV അൻവറിനെ കണ്ടത് ആരും ചുമതലപ്പെടുത്തിയിട്ടല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. PV അൻവറുമായുള്ള കൂടിക്കാഴ്ച തെറ്റെന്ന് അംഗീകരിക്കുന്നു. നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നടത്തിയത് വ്യക്തിപരമായ സന്ദർശനം മാത്രം. PV അൻവർ പിണറായി സത്തിനെതിരെ സംസാരിച്ചയാളെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി. പരസ്യമായി അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടെടുത്ത ശേഷം ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകലാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. PV അൻവറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി VD സതീശൻ. അൻവറിനെ കാണാൻ രാഹുലിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. രാഹുൽ അൻവറിനെ കണ്ടത് തെറ്റാണെന്നും കാണാൻ പാടില്ലായിരുന്നുവെന്നും സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ പ്രതികരിക്കാതെ KC വേണുഗോപാൽ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സഹായിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും KC വ്യക്തമാക്കി. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് വ്യക്തിപരമെന്ന് രാഹുൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പോയത് മഹാപാതകമല്ല. അൻവറിന്റെ തീരുമാനത്തിന് നാളെ വരെ കാത്തിരിക്കാം. അൻവറിന് UDFന് ഒട്ടും ഭയമില്ലെന്നും അടൂർ പ്രകാശ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ പോയി കണ്ടത് പാർട്ടി പറഞ്ഞിട്ടല്ലെന്നും വ്യക്തിപരമായി കണ്ടതാണെന്നും K മുരളീധരൻ. കണ്ടത് ഒരു തെറ്റായി കാണുന്നില്ല. അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും അൻവർ പിണറായി സത്തിനെതിരെ പോരാടുന്ന ആളാണെന്നും K മുരളീധരൻ. അൻവർ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമാണ് ലീഗെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആ വിഷയം അവസാനിച്ചു. മത്സരം LDFും UDFും തമ്മിലെന്നും കുഞ്ഞാലിക്കുട്ടി.
പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF-നെ ബാധിക്കില്ലെന്ന് AP അനിൽകുമാർ. CPM-നകത്തുള്ള സർക്കാർ വിരുദ്ധ വോട്ടുകൾ അൻവർ പിടിച്ചാലും അത് ബാധിക്കുന്നത് LDF-നെയാണ്. ആര്യടൻ ഷൗക്കത്തിനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങൾ വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും അൻവറിനെ കൂടെ കൂട്ടാൻ പരമാവധി ശ്രമിച്ചെന്നും AP അനിൽകുമാർ. പി വി അൻവറിനെ കാണാൻ രാത്രിയിൽ പോകുന്നത് UDF-ന്റെ ഗതികേടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഇനി എത്ര പേർ ക്യൂ നിൽക്കുമെന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കാം. MLA സ്ഥാനം തന്നെ രാജിവെച്ചത് UDF പറഞ്ഞിട്ടായിരുന്നല്ലോ എന്നും സ്വരാജ് പ്രതികരിച്ചു. പി വി അൻവർ മത്സരിക്കുന്നത് LDF-നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ആർക്കും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വരാജ്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന K സുധാകരന്റെ വിമർശനം CPM-ന്റെ സംഘടനാ രീതി അറിയാത്തതുകൊണ്ടാണെന്ന് M സ്വരാജ്. കോൺഗ്രസിൽ സുധാകരന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്നും സ്വരാജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് മത്സരിക്കും. ഇതോടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് തൊട്ടു തലേന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് BDJS-മായി ആലോചിച്ച ശേഷമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മലയോര കർഷക പ്രതിനിധി എന്ന നിലയിലാണ് NDA സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം എല്ലാ സമുദായ വോട്ടുകളും NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പാർട്ടി അംഗത്വം എടുത്തിട്ടില്ലെന്ന് പറയുന്നത് അസംബന്ധമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ശശി തരൂർ മത്സരരംഗത്തേക്ക് കടന്നു വന്നത് എവിടെ നിന്നാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ CPM BJP കൂട്ടുകെട്ട് വ്യക്തമായെന്ന് VD സതീശൻ. UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് BJP CPM-ന് കൊടുത്ത ഉറപ്പെന്നാണ് VD സതീശന്റെ ആരോപണം. പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഈ ഉറപ്പ് BJP പാലിച്ചുവെന്നും സതീശൻ ആരോപിച്ചു. UDF സംഘടനാ സംവിധാനം ശക്തമാണെന്നും UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാകില്ലെന്നും സതീശൻ വ്യക്തമാക്കി. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ജോസഫ് ഗ്രൂപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് കേരള കോൺഗ്രസ് ഏപ്രിൽ 15-ന് ചുങ്കത്തറയിൽ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത്. കേരള കോൺഗ്രസ് B ഗ്രൂപ്പിന് ഒപ്പമെന്നായിരുന്നു മോഹൻ ജോർജ് വ്യക്തമാക്കിയിരുന്നത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ജോസഫ് ഗ്രൂപ്പ് നേതാവാണെന്ന് കേരള കോൺഗ്രസ് M നേതാവ് സ്റ്റീഫൻ ജോർജ്. ജോസഫ് ഗ്രൂപ്പ് നടത്തിയ കർഷക സംഗമത്തിൽ മോഹൻ ജോർജ് പങ്കെടുത്തിരുന്നു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് മോഹൻ ജോർജ് എന്നും സ്റ്റീഫൻ ജോർജ്. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കേരള കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇല്ലെന്ന് മോൻസ് ജോസഫ്. സ്ഥാനാർത്ഥിയുമായി ജോസഫ് ഗ്രൂപ്പിന് യാതൊരു ബന്ധവുമില്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് പാർട്ടി വേദിയിൽ ഇടം ലഭിച്ചതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. 232 ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുനമ്പം ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രശ്നം പരിഹരിക്കാൻ വരുന്നില്ല. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടികയിൽ നിന്ന് മുനമ്പത്തെ 610 പേരുടെ ഭൂമി മാറ്റണമെന്നും ബിഷപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൻ കൃഷിനാശം. ഇന്നലെ വരെ 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു. 86,000 കർഷകരെ മഴക്കെടുതി ബാധിച്ചുവെന്ന് കണക്കുകൾ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് HSS-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ നാളെ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. പയ്യന്നൂർ സ്വദേശി അഭിജിത്ത് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭീഷണി സന്ദേശം ഗുരുതരമാണെന്ന് കോടതി വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന 2021 മെയ് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഞാൻ പിണറായി വിജയനെ കൊല്ലും എന്ന സന്ദേശം ലഭിക്കുകയായിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. രോഗം ബാധിച്ച് ചികിത്സയിൽ നിലവിൽ കഴിയുന്നത് 3758 പേരാണ്. 24 മണിക്കൂറിനിടെ 4 മരണവും കൂടി സ്ഥിരീകരിച്ചു.
363 പേർ കൂടി രോഗബാധിതരായി. ചികിത്സയിൽ ഉള്ളവരിൽ 1400 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഗുജറാത്തിലും രോഗബാധിതരുടെ എണ്ണം ഉയരുകയാണ്. മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഉണ്ണി മുകുന്ദൻ മാനനഷ്ട കേസ് നൽകും. വാർത്ത പ്രസിദ്ധപ്പെടുത്തിയ യൂട്യൂബ് ചാനലിനെതിരെയും പരാതി നൽകും. തെളിവുകൾ ഫെഫ്കയ്ക്ക് കൈമാറും. വടകര പുതുപ്പണത്ത് 3 CPM പ്രവർത്തകർക്ക് കുത്തേറ്റു. CPM പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വടകര നഗരസഭാ കൗൺസിലറുമായ KM ഹരിദാസൻ, സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ, പ്രവർത്തകനായ ബിപേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. ആക്രമണത്തിന് പിന്നിൽ BJP കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് CPM. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചത് അനീതിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മഹാരാഷ്ട്രയ്ക്ക് പ്രളയ ദുരിതാശ്വാസം ലഭിക്കുന്നതിൽ എതിർപ്പില്ല. മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ ഈ അനുമതി ലഭിച്ചതെന്ന് സംശയമുണ്ടാക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമാണ് 2018 ഉണ്ടായത്. ലോകം മുഴുവൻ കേരളത്തെ സഹായിക്കാൻ കൈകോർത്തതാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാനുള്ള മനോഭാവം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ധനമന്ത്രി. ഓടുന്ന ട്രെയിനിൽ നിന്ന് അപകടകരമായ രീതിയിൽ റീൽ ദൃശ്യങ്ങൾ പകർത്തി യുവതി. നാഗർകോവിൽ സ്വദേശി ഷക്കീല ബാനുവാണ് അപകടകരമായ രീതിയിൽ റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. നമക്കൽ നാഗർകോവിൽ ട്രെയിനിലായിരുന്നു സംഭവം നടന്നത്. യുവതിക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തി. ആലുവയിൽ 14-കാരിക്ക് ക്രൂര പീഡനം, രണ്ടാനച്ഛൻ അറസ്റ്റിൽ. കുട്ടിയുടെ അമ്മ റൂറൽ SP-ക്ക് നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് കേസെടുത്തത്. കുട്ടിയെ 1 വർഷത്തോളമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് ഭീഷണി, ഒരാൾ അറസ്റ്റിലായത് പത്തനംതിട്ട സ്വദേശി ഹരിലാലാണ്. തമ്പാനൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം അയച്ച ആൾക്കെതിരെ മൊത്തം 5 കേസുകളെന്ന് തമ്പാനൂർ CI VM ശ്രീകുമാർ. പ്രതി സ്ഥിരം കുറ്റവാളിയെന്നും കൊച്ചി മെട്രോയിലും പ്രതി വ്യാജ ബോംബ് ഭീഷണി സന്ദേശം നൽകിയിട്ടുണ്ടെന്നും CI പറഞ്ഞു. പാലക്കാട് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ ലഹരിക്കടത്ത്. 1.5 കിലോ MDMA-യുമായി യുവാവും യുവതിയും പിടിയിലായി. പാലക്കാട് മങ്കര സ്വദേശികളായ സുനിൽ, സരിത എന്നിവരാണ് കോങ്ങാട് നിന്ന് പിടിയിലായത്. ബംഗളൂരിൽ നിന്ന് പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA എന്ന് പോലീസ്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരണക്കാരിൽ പ്രധാന കണ്ണിയാണ് അശോക് എന്ന് പോലീസ്. MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിലടച്ച സംഭവത്തിൽ പോലീസ് പക തീർക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ. നിരപരാധിത്വം സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നതോടെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായി കാസർഗോഡ് ചെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യു ന്യൂസ് 18നോട് പ്രതികരിച്ചു. പോലീസ് അനാസ്ഥയിൽ 151 ദിവസമാണ് ബിജുവും കണ്ണൂർ സ്വദേശി മണികണ്ഠനും ജയിലിൽ കഴിയേണ്ടി വന്നത്. മദ്യം ഒഴിവാക്കിയുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കാപട്യമെന്ന് VM സുധീരൻ. ലഹരി എന്ന് പറഞ്ഞാൽ അതിൽ മദ്യം പെടില്ലേ എന്നും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും രാസപദാർത്ഥങ്ങളുമെല്ലാം ലഹരിയാണെന്നും സുധീരൻ പറഞ്ഞു. ലഹരിക്കെതിരെ പറയുന്നവർ തന്ത്രപരമായി മദ്യത്തെ ഒഴിവാക്കുകയാണെന്നും സുധീരൻ. കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥ D. ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കർണാടക സ്വദേശിനിയായ ഹർജിക്കാരിയെ കേരള കേഡറിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിട്ടാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കൊല്ലം കുരിയോട് ബൈക്കും ട്രാവലറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. ചടയമംഗലം വെട്ടുവഴി സ്വദേശിയും കുരിയോട് ബാറിലെ ജീവനക്കാരനുമായ ബാബു എന്ന് വിളിക്കുന്ന 60-കാരൻ വിജയകുമാറാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 മണിയോടെ ബാറിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരവേ കുരിയോട് ജംഗ്ഷന് സമീപം വെച്ച് ട്രാവലർ ബൈക്കിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഇദ്ദേഹത്തെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ ദുബായിൽ നടന്ന പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ മലയാളി സംഘടനയ്ക്കെതിരെ കേന്ദ്രത്തിന് പരാതി. കുസാറ്റ് ബിടെക് അസോസിയേഷനെതിരെയാണ് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ സെക്രട്ടറി KK ഷിഹാബ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സെക്രട്ടറിക്കും വിദേശകാര്യ മന്ത്രാലയത്തിലും NIA-ക്കുമാണ് പരാതി നൽകിയത്.
ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയിൽ വിവാദം. കേന്ദ്ര സർക്കാർ പലതും മറച്ചുവെച്ചെന്ന് പ്രതിപക്ഷം. കേന്ദ്ര സർക്കാർ സത്യങ്ങൾ മൂടിവെച്ചെന്ന് കോൺഗ്രസ്. പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. വിവാദത്തിൽ മൗനം പാലിച്ച് പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ അന്വേഷണം വിപുലമാക്കി ഏജൻസികൾ. കേരളത്തിൽ 7 ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ആലക്കാട് കാശിപുരം മനഃശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഉത്സവത്തിന്റെ വീഡിയോ വ്ളോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡു കേന്ദ്ര സർക്കാർ നാളെ നൽകും. 81,735 കോടി രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൽകുന്നത്. സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ജൂൺ 10 അനുവദിക്കാനിരിക്കുന്ന 81,735 കോടി രൂപയുടെ പതിവ് ഗഡുവിന് പുറമെയാണ് നാളത്തെ അധിക ഗഡു. വ്യോമ ഭീഷണിയെ പ്രതിരോധിക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് താജ്മഹലിൽ ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ പ്രധാന സ്മാരകങ്ങളെ വ്യോമാക്രമണ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിട്ടാണിത്. നിലവിൽ താജ്മഹലിന്റെ 500 മീറ്റർ ചുറ്റളവിൽ ഡ്രോണുകൾ അടക്കമുള്ളവ പറപ്പിക്കാൻ നിരോധനമുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് നോർമൽ എന്ന ശബ്ദം ISRO ദൗത്യങ്ങളിലെ ഐശ്വര്യത്തിന്റെ സൈറനാക്കി മാറ്റിയ ഗണേശൻ ഗൃഹദുരൈ വിരമിച്ചു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ റേഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടറായിരുന്ന അദ്ദേഹം 38 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പടിയിറങ്ങിയത്. ISROയുടെ വിക്ഷേപണങ്ങൾ നടക്കുമ്പോൾ ഓരോ ഘട്ടവും സംബന്ധിച്ച അറിയിപ്പുകൾ പുറം ലോകം അറിഞ്ഞിരുന്നത് ഗൃഹദുരൈയുടെ ശബ്ദത്തിലൂടെയാണ്. പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇന്ത്യൻ മൊബൈൽ സിം കാർഡ് എത്തിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹിയിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഡൽഹി സ്വദേശി 34-കാരനായ അസിമാണ് അറസ്റ്റിലായത്. പാക് രഹസ്യാന്വേഷണ വിഭാഗം ചാരവൃത്തിക്കായി മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. മരണം 25 കടന്നു. മിസോറാമിൽ 113 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ. മണിപ്പൂരിലെ ഇംഫാൽ നദി കരകവിഞ്ഞു. ഗുവാഹത്തിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. നിരവധി വീടുകളും വെള്ളത്തിനടിയിലായി. തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് സിക്കിമിലെ ടീസ്റ്റ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാംചി, സൊറെങ്, ഗാംഗ്ടോക്ക് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്ന നിലയിൽ. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. നിരവധി വീടുകൾ വെള്ളത്തിന് അടിയിലായി. ഗുവാഹത്തിയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 8 പേർ മരിച്ചതായി നേരത്തെ അധികൃതർ അറിയിച്ചു. ബംഗളൂരുവിൽ സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയ വനിതാ ഗുണ്ടകൾ അറസ്റ്റിൽ. ഭുവനേശ്വരി നഗറിലെ സ്പായിലെ ജീവനക്കാരൻ തൊട്ടടുത്ത് മറ്റൊരു സ്പാ തുടങ്ങിയതിലെ തർക്കമാണ് വനിതാ ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. ഭുവനേശ്വരി നഗറിലെ സ്പാ ജീവനക്കാരനായിരുന്ന ബല്ലിയപ്പ സഞ്ജു അടുത്തിടെ അദ്ദേഹം സ്വന്തമായി സ്ഥാപനം തുടങ്ങിയതിനായി ജോലി വിടുകയും ചെയ്തു. ഇതിന്റെ വിരോധത്തിൽ പഴയ ഉടമ സ്മിതയാണ് കൊട്ടേഷൻ നൽകിയത്. കാവ്യ, മുഹമ്മദ് എന്നിവരാണ് കൊട്ടേഷൻ എടുത്ത് ആക്രമിക്കാൻ എത്തിയത്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ MLA അബ്ബാസ് അൻസാരിക്കും സഹോദരൻ മൻസൂർ അൻസാരിക്കും തടവ് ശിക്ഷ വിധിച്ച് ലക്നൌ സ്പെഷ്യൽ കോടതി. MP-മാർക്കും MLA-മാർക്കുമെതിരായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി അബ്ബാസ് അൻസാരിക്ക് 2 വർഷവും മൻസൂർ അൻസാരിക്ക് 6 മാസവുമാണ് ശിക്ഷ വിധിച്ചത്. സുഹൈൽ ദേവ് ഭാരതീയ സമാജ് പാർട്ടി MLA ആയ അബ്ബാസ് അൻസാരിക്ക് MLA പദവി നഷ്ടമായി. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രായം 18 നിന്ന് 21 ഉയർത്തി കർണാടക സർക്കാർ. പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയുന്നതിനൊപ്പം നിയമലംഘനങ്ങൾക്കുള്ള പിഴയും വർദ്ധിപ്പിച്ചു. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങൾ ചവയ്ക്കുന്നതുമടക്കം നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിന്റെ ആചാര്യനുമായ വാൽമീക് ധാപ്പർ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. 5 പതിറ്റാണ്ടോളം വന്യജീവി മേഖലയിൽ പ്രവർത്തിച്ച ഇദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കടുവ നിരീക്ഷകരിൽ ഒരാളാണ്. നടൻ ശശി കപൂറിന്റെ മകളും തിയേറ്റർ കലാകാരിയുമായ സഞ്ജന കപൂറാണ് ഭാര്യ. ഒരു മകനുണ്ട്.
US ഏറ്റവും പുതുതായി മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഹമാസിന്റെ അംഗീകാരം. US നൽകുന്ന ഉറപ്പുകൾ, ബന്ദിമോചനത്തിന്റെ സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ഏതാനും മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമായ വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റവും സഹായ വിതരണം ഉറപ്പാക്കുന്നതും US നിർദ്ദേശങ്ങളിൽ പെടുന്നതായി ഹമാസ്. വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 10 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 18 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും. പകരം ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ വെസ്റ്റ് ബാങ്ക് സന്ദർശനം തടഞ്ഞ് ഇസ്രായേൽ. സംഘം പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ഇന്ന് കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നു. ഈജിപ്ത്, ജോർദാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ മന്ത്രിമാരുടെ സംഘത്തെയാണ് തടഞ്ഞത്. പ്രദേശത്തിന്റെ അതിർത്തികളും വ്യോമമാർഗവും നിയന്ത്രിക്കുന്ന ഇസ്രായേൽ സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് സന്ദർശനം അസാധ്യമായത്. ചൈനയിൽ നിന്നുള്ള ആക്രമണ ഭീഷണി സജീവമായതിനാൽ ഇൻഡോ പസഫിക് മേഖലയിലെ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി കൂടുതൽ തുക ചെലവിടേണ്ടി വരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് മുന്നറിയിപ്പ് നൽകി. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ US-ലെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഥമ പരിഗണനയിൽ ഉണ്ട്. തായ്വാനെ സ്വന്തമാക്കാനുള്ള ചൈനയുടെ നീക്കം മേഖലയ്ക്കും ലോകത്തിനാകെയും വിനാശകരമാകുമെന്നും പീറ്റ് ഹെഗ്സേത്ത്. സൗരയൂഥത്തിലെ ഏറ്റവും വെളിയിലുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിനപ്പുറം സാധാരണ ചിഹ്നഗ്രഹങ്ങളെക്കാളും വാൽ നക്ഷത്രങ്ങളെക്കാളും വലിപ്പമേറിയ ഒരു വസ്തുവിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. പുതിയ കുള്ളൻ ഗ്രഹമാകാം ഇതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2017 ഓഫ് 201 എന്ന പേര് നൽകിയിരിക്കുന്ന ഈ വസ്തുവിനെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ ടെലസ്കോപ്പുകളിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടെത്തിയത്. ഏകദേശം 700 കിലോമീറ്റർ വ്യാസമുള്ള ഈ വസ്തുവിന് ഗോളാകൃതിയാണ്. 25,000 വർഷങ്ങൾ എടുത്താണ് ഇത് സൂര്യനെ ഒരു തവണ ചുറ്റുന്നത്. നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തുണ്ടായ മിന്നൽ പ്രളയത്തിൽ 151 പേർ മരിച്ചു. പ്രമുഖ വ്യാപാര കേന്ദ്രമായ മോക്വ പട്ടണത്തിൽ വ്യാഴാഴ്ച പെയ്ത കനത്ത മഴയാണ് കാരണം. ഒട്ടേറെ പേരെ കാണാതായി. 3000 പേരെ ഒഴിപ്പിച്ചു. റോഡുകൾ ഒലിച്ചു പോകുകയും പാലങ്ങൾ തകരുകയും ചെയ്തു. ഗൃഹോപകരണ വിപണന രംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ അങ്കമാലി ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ഡയറക്ടർമാരായ കിരൺ വർഗീസ്, മരിയ പോൾ, ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, അജോ പിട്ടാപ്പിള്ളിൽ, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ലഹരിയും പ്രോത്സാഹിപ്പിക്കരുതെന്നും താരങ്ങളുടെ പ്രതിഫലം സിനിമയെ തകർക്കുന്നതാവരുതെന്നും ഗിന്നസ് പക്രു. 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പക്രു. കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ നിർണായക രംഗങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കാണാതായതിനു പിന്നിൽ തന്റെ സഹോദരനും നടനുമായ മനോജ് മഞ്ജുവാണെന്ന് നടൻ വിഷ്ണു മഞ്ജു. ചെന്നൈയിൽ മാധ്യമങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിഷ്ണു ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന രഘു, ചരിത എന്നിവർ മനോജിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിഷ്ണു പറഞ്ഞു. അനശ്വര രാജൻ നായികയായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ വ്യസനസമേതം ബന്ധുമിത്രാദികൾ ജൂൺ 13 തിയേറ്ററുകളിൽ എത്തുന്നു. ചിത്രം S. ബിബിനാണ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. വാഴ എന്ന ചിത്രത്തിന് ശേഷം WBTS പ്രൊഡക്ഷൻസ് തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻസ് സിനിമയുമായി സഹകരിച്ചാണ് നിർമ്മിക്കുന്നത്. IPL-ലെ രണ്ടാം ക്വാളിഫയർ ഇന്ന്. പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഇരു ടീമുകളും അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3-ലും ജയിച്ചത് പഞ്ചാബ് കിങ്സ് ആയിരുന്നു. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.